സെൽഫ് ഡിസിപ്ലിൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കഠിനമായ വഴി. സെൽഫ് ഡിസിപ്ലിൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്നത് കടുപ്പമുള്ള ഒരു ജീവിതമാണ്. സന്തോഷമില്ലാത്ത ദിനചര്യ, കർശനമായ നിയമങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങളെ അടിച്ചമർത്തൽ. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. സെൽഫ് ഡിസിപ്ലിൻ എന്നത് സ്വയം ശിക്ഷയല്ല, സ്വയം നയിക്കലാണ്. നമുക്ക് ചെയ്യാൻ തോന്നുന്നതും നമ്മൾ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ശേഷിയാണ് സെൽഫ് ഡിസിപ്ലിൻ. അതൊരാൾക്ക് ജീവിതത്തിൻ്റെ ദിശ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയാണ്. പലരും ജീവിതമാറ്റങ്ങൾ പ്രചോദനങ്ങളിൽ നിന്ന് തുടങ്ങും. ഒരു വീഡിയോ, ഒരു പുസ്തകം, ഒരു പ്രസംഗം, അതിൽ നിന്ന് ഊർജം ലഭിക്കും. പക്ഷേ ആ ഊർജം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മങ്ങിപ്പോകും. അവിടെയാണ് പലരും തോൽക്കുന്നത്. സെൽഫ് ഡിസിപ്ലിൻ ഇത്തരം പ്രചോദനങ്ങളെ ആശ്രയിക്കുന്നില്ല. മനസ്സില്ലാത്ത ദിവസങ്ങളിലും ക്ഷീണിച്ച സമയങ്ങളിലും ആരും നോക്കാത്ത നിമിഷങ്ങളിലും പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഡിസിപ്ലിനാണ്. പ്രചോദനം ഒരു തീപ്പൊരിയാണെങ്കിൽ ഡിസിപ്ലിൻ ഒരു സ്ഥിരം ജ്വാലയാണ്. മനുഷ്യ മനസ്സ് ഉടനടി സന്തോഷം തേടുന്ന ഒന്നാണ്. സോഷ്യൽ മീഡിയ, വിനോദങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം ഇപ്പോഴത്തെ സുഖത്തിനാണ് വാഗ്ദാനം നൽകുന്നത്. പക്ഷേ ലക്ഷ്യങ്ങൾ ഭാവിയിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. പഠനം, ആരോഗ്യ പരിപാലനം, കഴിവുകളുടെ വളർച്ച ഇവയൊന്നും ഉടൻ ഫലം തരില്ല. പക്ഷേ ദീർഘകാലത്തിൽ അത് നമ്മളിൽ പ്രതിഫലിക്കും. സെൽഫ് ഡിസിപ്ലിൻ എന്നത് ഈ രണ്ടിനുമിടയിൽ ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയാണ്. ഇന്നത്തെ ചെറിയ സുഖങ്ങൾ നിയന്ത്രിച്ച് നാളെയുടെ വലിയ വിജയത്തിനായി പ്രവർത്തിക്കാൻ നമ്മളെ തയ്യാറാക്കുന്നത് ഡിസിപ്ലിനാണ്. സെൽഫ് ഡിസിപ്ലിൻ ജന്മസിദ്ധമായ ഗുണമല്ല, അത് പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്ന ഒരു കഴിവാണ്. ഒരാൾ ദിവസേന ചെയ്യുന്ന ചെറിയ തീരുമാനങ്ങളിലൂടെയാണ് ഡിസിപ്ലിൻ രൂപപ്പെടുന്നത്. സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ സ്വയം കടുപ്പമായി വിമർശിക്കുക എന്നതല്ല. പലരും ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ എല്ലാം ഉപേക്ഷിക്കും, എനിക്കൊന്നും പറ്റില്ല എന്ന് തീരുമാനിക്കും. ഇത് ഡിസിപ്ലിൻ അല്ല, അത് ആത്മവിശ്വാസത്തിന്റെ നാശമാണ്. ഡിസിപ്ലിൻ എന്നത് വീണ്ടും വീണ്ടും ശ്രമിക്കാൻ പഠിക്കുന്നതാണ്. വീണാലും എഴുന്നേൽക്കാൻ പഠിക്കുന്നതാണ്. ഒരു ദിവസം പാളിച്ചയുണ്ടായാൽ തന്നെ അടുത്ത ദിവസം അത് തുടരണം. സ്വയം ശത്രുവാകാതെ സ്വയം മാർഗദർശിയാകുക, അതാണ് യഥാർത്ഥ സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ വലിയ തീരുമാനങ്ങളിൽ മാത്രമല്ല പ്രകടമാകുന്നത്. അത് നമ്മുടെ ദിവസേനയുള്ള ചെറിയ പ്രവൃത്തികളിലാണ് തെളിയുന്നത്. സമയം പാലിക്കൽ, വാഗ്ദാനം പാലിക്കൽ, ശ്രദ്ധയോടെ ജോലി ചെയ്യൽ, അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയൽ, ഇതെല്ലാം ഡിസിപ്ലിൻ്റെ രൂപങ്ങളാണ്. ഇത്തരം ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ ഒരാൾക്ക് സ്വന്തം ജീവിതത്തിൽ വിശ്വാസമുണ്ടാകുന്നു. ഞാൻ തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസം. അതാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം.